ഹലോ. 931 കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലറെയും സംഘത്തെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാളുടെ പേര് തഗ് ബെഹ്റാം എന്നാണ്. ഈ 931 കൊലപാതകങ്ങളും ഇയാൾ ചെയ്തത് വെറും ഒരു തുവാല മാത്രം ഉപയോഗിച്ചാണ് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഒരാൾ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു, അതെവിടെ വെച്ച്, എങ്ങനെ, എപ്പോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകും അല്ലേ? കൂടാതെ ഈ സീരിയൽ കില്ലറുടെ പേരിനൊപ്പം എങ്ങനെയാണ് തഗ് എന്ന പേര് വന്നതെന്നും ഇയാൾ എങ്ങനെയായിരുന്നു ഓരോരുത്തരെയും കൊന്നിരുന്നതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. ഫാറ്റ്സ് എക്സ്പ്രസ് മലയാളം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. തഗ് ലൈഫ് എന്ന വാക്ക് ഇന്ന് വളരെ ഫേമസ് ആണല്ലേ? തഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഓർമ്മയിലെത്തുന്ന മുഖം ഒരുപക്ഷെ ധ്യാൻ ശ്രീനിവാസന്റെ ആയിരിക്കും. കാരണം ഇപ്പോഴുള്ള എല്ലാ ഇന്റർവ്യൂസിലും തഗ് പറഞ്ഞ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന താരമാണ് ധ്യാൻ. ശരിക്കും ഈ തഗ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോമഡി ഷോസിലും ട്രോളുകളിലൊക്കെ ഇത്തരത്തിൽ തഗ്ഗിനെ കണ്ട് നമ്മൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ തഗ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് കേട്ടോ. 1865 ഉത്തർപ്രദേശിലെ അവധ് എന്ന സ്ഥലത്താണ് ബെഹ്റാം ജാമേദർ എന്ന വ്യക്തി ജനിച്ചത്. ചെറുപ്രായത്തിൽ ഇയാൾ വളരെ ശാന്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അധികം ആരോടും ഇദ്ദേഹം സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഫ്രണ്ട്സ് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് ബെഹ്റാം മറ്റൊരു ക്രിമിനൽ ആയിട്ടുള്ള സയ്യിദ് അമീർ അലിയെ പരിചയപ്പെട്ടു. ബെഹ്റാമിനേക്കാൾ 25 വയസ്സിന് മൂത്ത ആളായിരുന്നു ഇയാള്. അയാളോടൊപ്പം ചേർന്ന് ബെഹ്റാം കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ തന്റെ 10ാമത്തെ വയസ്സ് മുതൽ ബെഹ്റാം കൊലപാതകങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നീട് തന്റെ 25ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം കൊള്ളയടിക്കാനും ആരംഭിച്ചു. ആദ്യമൊക്കെ കൊലപാതകങ്ങൾ മാത്രം നടത്തി ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ബെഹ്റാം 25ാമത്തെ വയസ്സ് മുതൽ ആൾക്കാരെ കൊല ചെയ്യാനും അവരുടെ അടുത്തുള്ളതൊക്കെ കൊള്ളയടിക്കാനും ആരംഭിച്ചു. ഇവരുടെ സംഘം ഒരു വലിയ ഗ്രൂപ്പായിരുന്നു. 700 പേരിലധികം ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നില്ല ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. ഇവർ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് വെവ്വേറെ സ്ഥലങ്ങളിൽ പോയായിരുന്നു കൊള്ളയടിക്കലും കൊലപാതകമൊക്കെ നടത്തിയിരുന്നത്. കാടിന്റെ ഉള്ളിൽ പതുങ്ങിയിരുന്ന ശേഷം ആൾക്കാരെ ആക്രമിക്കാൻ പിന്നീട് അവർ പദ്ധതിയിട്ടു. സന്ധ്യാസമയം ആകുമ്പോൾ ആൾക്കാരെല്ലാം ഉറക്കാകും. ആ സമയത്ത് അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാനായിരുന്നു അവർ തീരുമാനിച്ചത്. കൊള്ളയടിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യമേ ഇവരൊരു നരി അലറുന്നത് പോലുള്ള ശബ്ദം ഉണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ നരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാട്ടുമൃഗങ്ങളോ ആയിരിക്കുമെന്ന് കരുതിയ ആൾക്കാർ അത് ശ്രദ്ധിക്കാതിരിക്കും. ഈ സമയത്ത് അവർ ആൾക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തി അവരുടെ അടുത്തുള്ളതെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോകും. ഇതായിരുന്നു ഇവരുടെ രീതി. എന്നാൽ ഈ നരിയുടെ ശബ്ദം കൊള്ളക്കാർക്കിടയിലെ ഒരു ക്ലൂ ആയിട്ടും അവർ ഉപയോഗിച്ചിരുന്നു. ഏതെങ്കിലും ഒരാളെ ആക്രമിക്കേണ്ട സാഹചര്യം എത്തുമ്പോൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനായി അവർ ഈ ക്ലൂ ആണ് ഉപയോഗിച്ചിരുന്നത്. ബുഖ്റവും ഗ്രൂപ്പും കൊള്ളയടിക്കാനായിട്ട് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ശ്രദ്ധേയമായ കാര്യം. കൊലപാതകങ്ങൾക്കൊന്നും തോക്കോ കത്തിയോ തുടങ്ങിയ ഒരു ആയുധവും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മഞ്ഞ ഹാൻഡ്കർച്ചീഫും ഒരു നാണയവുമാണ് അവർ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഹാൻഡ്കർച്ചീഫിന്റെ മധ്യഭാഗത്ത് നാണയം വെച്ച ശേഷം അവർ ആക്രമിക്കുന്ന ആളുടെ കഴുത്തിൽ സന്ധിഭാഗത്ത് കൃത്യമായിട്ട് നാണയം പതിക്കത്തക്ക വിധം അമർത്തിപ്പിടിക്കും. അതിന്റെ റിയാക്ഷനിലാണ് ആൾക്കാർ മരിച്ചു പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ കൊല്ലുന്നതെല്ലാം ആണുങ്ങളെ മാത്രമായിരുന്നു. സ്ത്രീകളെ ആരെയും ഇവർ ആക്രമിക്കാറില്ലായിരുന്നു, ഉപദ്രവിക്കാറില്ലായിരുന്നു. കൊള്ളയും കൊലപാതകങ്ങളും നടത്തുമെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നു. ഇവർ സ്ത്രീകളുടെ നേർക്ക് കൈവെക്കില്ലായിരുന്നു. കൂടാതെ കുഷ്ഠരോഗികളെയും ഇവർ ആക്രമിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിമുകളെയും ഇവർ ആക്രമിക്കില്ലായിരുന്നു. പിൽഗ്രീംസ് ആയിരുന്നു ഇവരുടെ പ്രധാന ടാർഗറ്റ്. വ്യാപാരികളെയും വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും എല്ലാമാണ് ബെഹ്റാം ലക്ഷ്യം വെച്ചിരുന്നത്. ബെഹ്റാമിന്റെ സംഘത്തിലെ ആളുകൾ വേഷം മാറി തീർത്ഥാടകരുടെ വാഹനത്തിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. രാത്രി തീർത്ഥാടകർ ഉറങ്ങുമ്പോൾ ബെഹ്റാമിന്റെ സംഘം ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തി കൊള്ളയടിക്കാറുണ്ടായിരുന്നു. ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവരെ ആരും നിയന്ത്രിക്കാനില്ലായിരുന്നോ എന്നൊരു സംശയം ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ സംഭവങ്ങളെല്ലാം നടന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടം ഭരിച്ചിരുന്ന സമയത്ത്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ബെഹ്റാമും സംഘവുമുള്ള സ്ഥലത്ത് പോകുന്ന ഒരു വാഹനങ്ങളും പിന്നീട് തിരികെ എത്തിയില്ല. ഇതിലൂടെ പോകുന്ന കാളവണ്ടികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെയും ഒരു പൊടി പോലും കണ്ടെത്താനാകാത്ത വിധം അവയെല്ലാം കാണാതെ പോകാറുണ്ടായിരുന്നു. ഈ വഴി കടന്നു പോകുന്നവരെല്ലാം എവിടെയാണ് പോയതെന്നും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും ആർക്കും അറിയില്ലായിരുന്നു. കാണാതെ പോയവരുടെ ബന്ധുക്കളെയെല്ലാം അവരെപ്പറ്റി അന്വേഷിക്കാനായി ഇറങ്ങിത്തിരിച്ചെങ്കിലും അവരെയും കാണാതാവുകയായിരുന്നു. മറ്റു പ്രദേശങ്ങളിലെ വ്യാപാരത്തിനായിട്ട് പോകുന്നവർ പോലും ഭയം കാരണം ഈ വഴി പോകാറുണ്ടായിരുന്നില്ല. അവരെല്ലാം മല ചുറ്റിക്കറങ്ങി കാട്ടുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. തുടക്കത്തിൽ ബെഹ്റാമിനൊപ്പം ഡോളി എന്ന പെൺകൊള്ളക്കാരി ഉണ്ടായിരുന്നു. ഡോറി വളരെ സുന്ദരിയായിരുന്നത് കൊണ്ട് ആളുകളെ വളരെ പെട്ടെന്ന് മയക്കാൻ അവൾക്ക് കഴിയുണ്ടായിരുന്നു.
പണ്ട് ആളുകൾക്ക് ഹുക്ക വളരെ ഇഷ്ടമായിരുന്നു. അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിലെ ആളുകളെല്ലാം ഹുക്ക വലിച്ചും മദ്യപിച്ചും ഇരിക്കുമ്പോൾ ബഹ്റാമും കൂട്ടരും രഹസ്യമായിട്ട് അവിടെ എത്തി വാഹനങ്ങളിൽ കടന്നുകൂടും. ഡോളി വാഹനത്തിലുള്ളവരെ വശീകരിക്കുകയും നൃത്തവും പാട്ടും ഒക്കെ ആയിട്ട് ഉല്ലസിച്ചുകൊണ്ട് അവരറിയാതെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തുകയും ചെയ്യുമായിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച നിരവധി പരാതികളൊക്കെ ലഭിച്ചു തുടങ്ങി. സത്യത്തിൽ ബ്രിട്ടീഷുകാർ പോലും ഈ സംഭവങ്ങൾ കേട്ട് നടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഡൽഹി, ഭോപ്പാൽ, ജബൽപൂർ, ലാഹോർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷുകാർക്കിടയിൽ പോലും ഭയം വർദ്ധിച്ചത്. പേടി കാരണം ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതായി. പിന്നീട് പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് ആണുങ്ങളെ മാത്രമാണ് കാണാതായതെന്നും അതുവഴി പോയിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയത്. അതിനുശേഷം ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവുമെല്ലാം പോലീസ് കണ്ടെത്തി. ഇത് മോഷണം മുതലാണ് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അപ്പോൾ പണത്തിന് വേണ്ടിയോ സ്വർണത്തിന് വേണ്ടിയോ അല്ല ഇതെല്ലാം ചെയ്തതെന്ന് ആൾക്കാരെ കാണാതായതെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി. ഇതേ തുടർന്ന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി 30 പേരടങ്ങുന്ന ഒരു സംഘത്തെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ കൊള്ളക്കാരെ അന്വേഷിക്കാനായിട്ട് പോയ പോലീസുകാർ ആരും തിരികെ എത്തിയില്ല. മാത്രമല്ല ഇവർ പോയ വാഹനങ്ങളും കാണാതാവുകയും ചെയ്തു. തുടർന്ന് ബ്രിട്ടീഷുകാർ ഇതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കാൻ ക്യാപ്റ്റൻ വില്യം സ്ലീമാനെ നിയോഗിച്ചു. അദ്ദേഹമാണ് ഇതിനെല്ലാം പിന്നിൽ ബുഹ്റാമാണെന്ന് കണ്ടെത്തിയത്. ബുഹ്റാമിന്റെ നേതൃത്വത്തിൽ ഒരു കൊള്ള സംഘമുണ്ട് എന്നും അവരുടെ തലവനാണ് ബുഹ്റാം എന്നും വില്യം സ്ലീനൻ കണ്ടെത്തി. തഗ് എന്നാൽ കൊള്ളക്കാരൻ എന്നാണ് അർത്ഥം. കൊള്ളക്കാരുടെ എല്ലാം തലവനായത് കൊണ്ടാണ് ബുഹ്റാമിനെ തഗ് ബഹ്റാം എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഈ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ നാട്ടിലേക്ക് ചെന്നാൽ ജീവനോടെ തിരിച്ചു വരാനാകില്ലെന്ന് വില്യം സ്ലീമാന് ഉറപ്പായിരുന്നു. ബുഹ്റാം നാട്ടിൽ നിന്നും പുറത്തു കിടക്കുന്ന സമയത്ത് പിടികൂടാമെന്ന് കരുതിയെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പാളിപ്പോവുകയും ചെയ്തു. എന്നാൽ ബുഹ്റാമിനെയും ഗ്രൂപ്പിനെയും പിടികൂടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീംസിനെ ഇറക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ബുഹ്റാമും ഗ്രൂപ്പും അവരെല്ലാം കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ കൊലപാതകങ്ങളും കൊള്ളയും ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ബുഹ്റാമിനെ സംഘത്തിൽ ചേർത്ത സയ്യിദ് അമീർ അലി എന്നയാൾ പിടിക്കപ്പെട്ടു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ഒന്നും തുറന്നു പറയാൻ തയ്യാറായില്ല. എന്നാൽ ഉദ്യോഗസ്ഥർ തന്റെ കുടുംബത്തെ ദ്രോഹിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ താൻ ചെയ്ത കുറ്റങ്ങൾക്ക് തന്റെ കുടുംബം ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് കരുതി ബുഹ്റാം എവിടെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തുടർന്ന് പോലീസുകാർ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ബുഹ്റാമിനെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം 10ാമത്തെ വയസ്സ് മുതൽ കൊള്ളയും കൊലപാതകങ്ങളും നടത്തിയിരുന്ന ബുഹ്റാം പിടിക്കപ്പെട്ടത് 75ാമത്തെ വയസ്സിലാണ്. ബുഹ്റാം ഇത്രയും കാലം കൊള്ളയും കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു കള്ളനെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. കാരണം ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട്. എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ CCTV ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കുപ്രസിദ്ധന്മാരായിട്ടുള്ള സുകുമാരക്കുറുപ്പിനെയൊക്കെ എളുപ്പത്തിൽ പിടിക്കാമായിരുന്നു. ബുഹ്റാമിനെ പിടികൂടിയ ശേഷം ഇനി മറ്റൊരാളും ഇതുപോലെ ആരോടും ചെയ്യരുത് എന്ന് ഉറപ്പിച്ച് പോലീസുകാർ അയാളെ പരസ്യമായിട്ട് ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ളവരെയും ഇതുപോലെ കെട്ടിത്തൂക്കിക്കൊന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം 931 കൊലപാതകങ്ങളും ബുഹ്റാം ഒറ്റയ്ക്കാണോ ചെയ്തതെന്നായിരിക്കും അല്ലേ? എന്നാൽ ഈ 931 കൊലപാതകങ്ങളും ചെയ്തത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. പകരം ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ബുഹ്റാം മാത്രം 150 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിരുന്നു. ഇവർ കൊലപ്പെടുത്തുന്ന ആളുകളെല്ലാം നാട്ടിലുള്ള ഒരു പൊട്ടക്കിണറ്റിലാണ് തള്ളിയിരുന്നത്. അവരിന്ന് പണവും ആഭരണവും എല്ലാം എടുത്ത ശേഷം ഗ്രാമത്തിന് പുറത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലാണ് അതിട്ടിരുന്നത്. കാരണം അത് തങ്ങളുടെ നാട്ടിൽ സൂക്ഷിക്കുന്നത് പാപമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അവർ കൊള്ളയടിച്ച വാഹനങ്ങളും മറ്റും മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പോലീസുകാരുടെ കാണാതായ വാഹനവും അവിടെ നിന്നാണ് കണ്ടെത്തിയത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ആൾക്കാരെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കിണറ്റിൽ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരിൽ നിന്ന് എടുക്കുന്ന പണവും ആഭരണങ്ങളും എല്ലാം മറ്റൊരിടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു പതിവ്. ഇവർ പണത്തിന് വേണ്ടി ആയിരുന്നില്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പിന്നെ എന്തിനാണ് ഇവർ കൊള്ളയും കൊലപാതകവും ഒക്കെ നടത്തിയിരുന്നത് എന്ന് ആദ്യമൊന്നും വ്യക്തമായിരുന്നില്ല. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം അധിക നാൾ മറച്ചുവെക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ സത്യം വെളിപ്പെടുത്താൻ തുടങ്ങി. ബുഹ്റാമിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും കാളി ഭക്തരായിരുന്നു. തങ്ങളുടെ ദൈവത്തിന് ബലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ ആളുകളെ ബലി കൊടുത്താൽ തങ്ങളുടെ ദൈവമായിട്ടുള്ള കാളിയെ തൃപ്തിപ്പെടുമെന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ കാര്യം പുറത്തു പറഞ്ഞാൽ കാളിയുടെ കോപത്തിന് ഇരയാക്കപ്പെടുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസത്തിന്റെ പുറത്ത് 931 കൊലപാതകങ്ങളാണ് ഇവർ നടത്തിയത്. 931 പേരെ കൊന്നതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പുസ്തകത്തിൽ ഇടം നേടിയ സീരിയൽ കില്ലർ കൂടിയാണ് ബുഹ്റാം.
നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.